യെസ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മംഗലാപുരത്താണ്. മംഗലാപുരത്ത് വന്നിട്ട് നമ്മളൊരു ഐസ്ക്രീം കഴിക്കാൻ വന്നിരിക്കുക. അടിപൊളിയൊരു സെറ്റപ്പ് സ്ഥലമാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് ബോണ്ട ഫാക്ടറി വന്നിരിക്കുകയാണ്. നമ്മുടെ മാംഗ്ലൂരുള്ള ബോണ്ട ഫാക്ടറി എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിലെ ബോണ്ട അല്ല, ഇവിടെ അടിപൊളി ഐസ്ക്രീംസ്, ഇവിടെ വെറൈറ്റി ഐസ്ക്രീംസ് നമുക്ക് കിട്ടുന്നൊരു സ്ഥലമാണ്. മംഗലാപുരത്തുള്ള ഒരു ഐസ്ക്രീം ഷോപ്പാണ് ആക്ച്വലി. അതിൻ്റെ പേര് വന്നിട്ട് ബോണ്ട ഫാക്ടറി എന്നാണ്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ സംഭവങ്ങൾ കിട്ടും എന്നുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മെനു. നോക്കി എത്ര വെറൈറ്റി ആണെന്നറിയാമോ? ഇത് കേട്ടോ, ഇവിടുത്തെ ഒരു ജനത്തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് നമ്മുടെ മംഗലാപുരത്തിനടുത്ത്, നിങ്ങളത് സെർച്ച് ചെയ്താൽ മതി. ഇത് കേട്ടോ, ഇവിടുത്തെ ജനത്തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ടോ, അതെ അടിപൊളി. ഇതാ അവരുടെ ഫാക്ടറി. ഇത് വേറെ സപ്ലൈ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് വേറെ സ്ഥലത്തുനിന്ന് മേടിക്കാൻ കിട്ടുമെന്നാണ് തോന്നുന്നത്. ഇതപ്പം നമ്മൾ മേടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തേങ്ങാ വെള്ളം, അതുപോലെ തന്നെ ജാക്ക് ഫ്രൂട്ട് വിത്ത് ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം, ആപ്രിക്കോട്ട് വിത്ത് ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം, അതുപോലെ തന്നെ അതായത് റൈസ് ഫ്ലേക്സ്, അങ്ങനെ സംഭവങ്ങൾ. ഇതെന്തുവാ അളിയ? അല്ലല്ല, ഇത് പൈനാപ്പിൾ വിത്ത് ഐസ്ക്രീം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിവിടെ ഇന്ന് മേടിച്ചത്. അപ്പോൾ നിങ്ങൾ മംഗലാപുരത്തിന് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലെ വരിക. ഈ പറഞ്ഞ ബോണ്ട ഫാക്ടറി വന്ന്, ബോണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കരിക്ക്, നാടൻ കരിക്കെന്നാണ് ബോണ്ട എന്ന് പറഞ്ഞു കഴിയുന്ന അർത്ഥം. അല്ലാതെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബോണ്ട അല്ല ഗൈസ്. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. ഇത് കേട്ടോ, നല്ല ചക്കപ്പഴം, അതുപോലെ തന്നെ ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മംഗലാപുരത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ ഐസ്ക്രീം കഴിക്കും. അടിപൊളി സെറ്റ്. താങ്ക് യു.